ഹായ് രേണു ചേച്ചിക്കിട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അച്ചു പറയണത് കേട്ടാലോ. എന്തൊക്കെയാ അച്ചു ഇരുന്ന് പറയുന്നുണ്ട്, സത്യാവസ്ഥയാണ് സത്യം. ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അച്ചു പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് കേട്ടാലോ. ഓരോ സന്ദർശത്തിലൂടെ ഞാൻ അതാണ് അവർക്കുള്ള മറുപടി, അല്ലാതെ അവരെ കല്ലാനോ കൊല്ലാനോ ഞാൻ പോകുന്നില്ല. രേണുവിനോട് എനിക്ക് പറയാനുള്ളത്, നീ എന്തു വേണേലും കാണിച്ചോ, പക്ഷെ അഹങ്കാരത്തോട് കൂടിയിട്ടൊന്നും കാണിക്കാൻ നിൽക്കണ്ട. അതിലുള്ളതൊന്നും നീ ഇല്ല, മനസ്സിലായോ? വലിയ അഹങ്കാര ഭാവത്തോട് കൂടിയിട്ട് പുച്ഛത്തോട് നീ ഉണ്ടാക്കാൻ നിൽക്കണ്ട. എല്ലാം വെച്ചുകെട്ടാണ്, മനസ്സിലായില്ലേ? അതെല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഈ സംസാരിക്കണത്. ഞാൻ നെഗറ്റീവ് കമന്റുകൾക്ക് എന്റെ പ്രതികാരം, ഞാൻ എന്റെ ശരീരഭാഗം വടിവത്ത ശരീരം, നീ ആ ശരീരം തടിച്ചവരൊക്കെ ജിമ്മിന് പോകണമെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയല്ലോ. അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഈ ഫ്രണ്ടിൽ ഇഡലി പോലെ രണ്ട് വെച്ചുകെട്ട് സ്പോഞ്ച് ഉണ്ടല്ലോ, അത് ഊരിക്കളഞ്ഞിട്ട്, ഈ മുടി ഉണ്ടല്ലോ അത് വിഗല്ല നിന്റെ, അത് ഊരിക്കളഞ്ഞിട്ട് വാ തന്റെ അടുത്തോട് കൂടിയിട്ട്. അപ്പറിയാം നിന്റെ ബോഡി ഷേപ്പും സ്ട്രക്ചറും എല്ലാം. പിന്നെ നീ ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എന്തെന്നറിയോ, എന്റെ പ്രതികരണങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും, തല്ലാനും കൊല്ലാനും കൊണ്ട് വാ, ഞങ്ങൾ കൈകെട്ടി തരാം, മോന്തടിച്ചു പൊളിക്കൂ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നീ എന്ത് വേണമെങ്കിലും തോന്നിയ ദിവസം കാണിച്ചു, അത് നിന്റെ ഇഷ്ടമാണ്. പക്ഷെ അഹങ്കാരത്തില് നാട്ടുകാരുടെ നെഞ്ചത്തോട് ഇതുപോലെ കേറിയിട്ട് നിനക്ക് തകതിമി കളിക്കാനൊന്നും ഞങ്ങൾ ഇന്ന് തരത്തില്ല. നിന്റെ തോന്നിയ ദിവസം കാണിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെയൊക്കെ കമന്റ് ഇടുന്നതും ഇതുപോലെയൊക്കെ പ്രതികരിക്കുന്നതും. നിനക്ക് ഇത് കാണിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിന്റെ തുണി ഉരിഞ്ഞിട്ട് നീ കിടന്ന് ഉണ്ണിയാർച്ച തുള്ളാൻ, സ്പോഞ്ച് വെച്ചിട്ട് ഉണ്ണിയാർച്ച തുള്ളാൻ നിനക്ക് പറ്റുമെങ്കിൽ, അത് പബ്ലിക്കിൽ ഇടാൻ പറ്റുമെങ്കിൽ, അത് കാണുന്ന ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കമന്റ് ഇടാനും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അടങ്ങ്. പിന്നെ നീ തല്ലാനും ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട് കൊള്ളാം. ഒന്ന് പോടി വെപ്പ് കെട്ട് സ്പോഞ്ചേ. ഒന്നും പറയാനില്ല, അവള് പറഞ്ഞാണ് കറക്റ്റ്. നീ എന്ത് കുന്തം വേണോലും കാണിച്ചോടി, നീ ഇങ്ങനെ മനുഷ്യനായിട്ട് ശല്യം ചെയ്യാതെടി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പോസ്റ്റ്, ആ പോസ്റ്റാണ് ഞാൻ ഇടുന്നത്. ആരും നോക്കിപ്പോകുന്ന മലയാളി മങ്കയായി രേണു സുധി. അതിൽ ഇത് കൊടുത്തിരിക്കുന്ന രേണു സുധി ബിഗ് ബോസ് ഓണം ഹാപ്പി ഓണം. ഓണത്തോടനുബന്ധിച്ചിട്ടാണോ ഈ മലയാളി മങ്കയെ കൊണ്ട് നിർത്തിയത്? ഓണത്തിന് കള്ളിയങ്കാട്ട് നീലിക്ക് എന്ത് കാര്യം? അതാണൊരു സംശയം. കള്ളിയങ്കാട്ട് നീലിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്തായിട്ട് ഫീൽ ചെയ്തു? അല്ല, മുടി ഷാളായിട്ട് ഉപയോഗിക്കാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ അങ്ങനെ നമ്മുടെ ഇതിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ മുടി മുറിക്കരുത്, മുടി നമുക്ക് മറയ്ക്കാൻ ഉപയോഗിക്കാമെന്ന്. അപ്പം പണ്ടത്തെ ആൾക്കാരൊക്കെ മുടി നീട്ടി വളർത്തി മറച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മലയാളി മങ്ക ഇങ്ങനെയാണല്ലേ. ഏതായാലും നമുക്ക് മലയാളി മങ്കയെ പരിചയപ്പെടുത്തിയ രേണു സുധിക്ക് എൻ്റെ നടുവിരൽ നമസ്കാരം. നല്ലതാണ്, കൊള്ളാം, എല്ലാം കൊള്ളാട്ടെ. ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ സുധിയുടെ മൂത്ത മകൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലൈവ് ആണെന്ന് തോന്നുന്നു. അത് നിങ്ങളൊന്ന് കാണണമെന്ന്. ഞാൻ കാണാൻ പോയില്ല, എൻ്റെ റീസൺ ഒന്നുമില്ല. എല്ലാം കണ്ടാൽ ഞാൻ വല്ലതും പറയും. ഇപ്പോൾ കാണാതിരുന്ന പ്രശ്നമല്ലല്ലോ, മിക്കവാറും ഉള്ളതൊക്കെ അങ്ങനെയാണ്. ഞാൻ കാണാൻ പോകാറില്ല. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായം വരും, എല്ലാ അഭിപ്രായം പറയും, പിന്നെ നെഞ്ചത്ത് കൊണ്ട് ഓങ്ങിയിരുന്ന് അലക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പൊതുസമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്ന നന്മ എല്ലാവരിലും ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ചില നന്മയോളികൾ പൊതുസമൂഹത്തിന് മുമ്പിലാണ് ഈ നന്മ, ഉള്ളിൽ വെറും കീടമാണ്. 1, 2 കേസൊന്നും അല്ല. വേണോ FIR നമ്പർ ഉൾപ്പെടെ വേണമെങ്കിൽ ഞാൻ പബ്ലിഷ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ സപ്പോർട്ടീവായി നിൽക്കുന്ന ആളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഉത്തരവാദിത്തമാണല്ലോ. ഇപ്പോൾ രേണുവിന് മുമ്പ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, വീണ ആയിരുന്നു, വീണ ഭാര്യയും ഭർത്താവും ആയിരുന്നു എന്നത് അവൻ പബ്ലിക്കിൽ വന്ന് പറഞ്ഞു എന്നുള്ളതാണ് വീണയുടെ ഒരു ആശ്വാസം. ഞാൻ വീണയോട് സംസാരിച്ചിരുന്നു. വീണ കുറേ വോയിസ് അവർ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു. അവൾ ആകെ പതറി പന്താരടങ്ങിയിട്ടുള്ള, കാരണം അത്രത്തോളം മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ ഇപ്പം കിച്ചു എന്ന് പറയുന്ന ഈ പയ്യൻ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, അപ്പൻ്റെ ലീലാവിലാസങ്ങളാണ് മോനിരുന്ന് എഴുന്നള്ളിക്കുന്നത് എന്നുള്ളത് ബോധമുണ്ടോ മോന്? അവിടെ ഒരു കുട്ടി, ഇവിടെ ഒരു കുട്ടി, മറ്റതൊരു കുട്ടി, 3, 4 കെട്ടിക്കൊണ്ട് കിടന്ന അച്ഛൻ്റെ മഹത്വം മോനിരുന്ന് വിളമ്പുകയാണ്. ആരാ ഇപ്പം അച്ഛൻ? നിങ്ങൾ പൊതുസമൂഹമാണ് ഇതിന് ഉത്തരവാദി. അനാവശ്യമായി ഒരാളെ എടുത്ത് തൂക്കി തലയിൽ വെച്ച് അവൻ എന്തോ ഭയങ്കര മഹത് വ്യക്തിയായിട്ട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ലക്ഷ്മി നക്ഷത്രം എന്ന് പറഞ്ഞ സ്ത്രീക്കാണ് 2 പൊട്ടിക്കേണ്ടത്. കാരണം ആ സ്ത്രീയാണ് അനാവശ്യമായ ഒരു ഹൈപ്പ് ഈ സ്ത്രീക്ക് കൊടുത്തത്. അതിൻ്റെ പരിണിത ഫലമായിട്ട് ഇത്രയും മനുഷ്യരിത് അനുഭവിക്കുന്നുണ്ട്. എത്രയോ പേര് അവളെ ഡീഗ്രേഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. സ്ട്രോങ് ആകാൻ മാത്രം നിന്നെ ആരെങ്കിലും പിടിച്ച് താത്താ? ഒന്നുമില്ലല്ലോ. സത്യമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ അതുലിനെതിരെ അവർ കേസിന് പോയി. അവിടെ എന്താണ് നടന്നത്? പോലീസുകാർക്ക് എന്താണ് മനസ്സിലായത്?
സത്യാവസ്ഥയല്ലേ പറയുന്നുള്ളൂ, നുണകൾ ആരും പറയുന്നില്ലല്ലോ. രേണുവിനെതിരെ ഇത്രയധികം അലിഗേഷൻസ് വരാനുള്ള കാരണം എന്താണ്? നുണകളുടെ പുറത്ത് നുണകൾ മാത്രം പറയുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടല്ലേ. വീട് വെച്ചു കൊടുത്തതിന് ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, അത് മോശമാണെന്ന് പറയുന്നു. ഓരോരുത്തരുടെയും സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത്. അത് ചെറിയൊരു കുടിലാണെങ്കിൽ പോലും. ഞാൻ നേരിടുന്ന ഒരു വലിയ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരു കുഞ്ഞിനൊരു വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു ഉദ്യമത്തിലാണ് ഞാനുള്ളത്. പലയിടങ്ങളിലും ഈ രേണുസുധിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും നെഗറ്റീവ് പറയുന്നത്. പേടിയാണ്, ഞങ്ങൾക്ക് സഹായിക്കാൻ പേടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഇറങ്ങി നിൽക്കുന്നത്. സോ അതിൻ്റെ ഒരു അപ്ഡേഷൻസ് ഒക്കെ ഞാൻ വരും ദിവസങ്ങളിൽ തരുന്നതായിരിക്കും. തൽക്കാലം അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിവേ, ഇപ്പോൾ ആ പയ്യൻ രേണുവിനെ സപ്പോർട്ട് പറഞ്ഞത് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം ഒരു എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വീണ ആദ്യം തന്നെ പറയുന്നുണ്ട്, മകൻ ഓവറായിട്ട് ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നതിനെ പറ്റി അവൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ഗുണദോഷിക്കുകയുള്ളൂ, അത് മനസ്സിലാക്കുക. കുട്ടിയെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അവളും ജോലിക്ക് പോയിരുന്നു. ആരെയും ഉപദ്രവിക്കാതെ, ആർക്കും ശല്യമാകാതെ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാനേ ആ കുട്ടി ആഗ്രഹിച്ചുള്ളൂ. അങ്ങനെ ആഗ്രഹിച്ച ഒരു കുഞ്ഞ് ആ കുഞ്ഞ് മോശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുത്താൽ അത് രീതിയിൽ അംഗീകരിക്കല്ലേ വേണ്ടത്. രേണു അതൊന്നും പറയത്തില്ല. രേണു വേണമെങ്കിൽ ഇച്ചിരി പൈസ കൊടുക്കും. കാരണം രേണുവിന് ഇപ്പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ മുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പരസ്പര പൂരകങ്ങളാണ് രണ്ടുപേരും. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞതുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയേണ്ട, പൊതുസമൂഹം തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. ആക്ച്വലി വീണ ഒരു 1 ഇയർ ബാക്ക് എന്നെയാണ് ആദ്യം അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പുറത്ത് വിടാതിരുന്നതാണ്. എൻ്റെ റീസൺ മറ്റൊന്നുമല്ല, വെറുതെ എന്തിനാണ് ആ കുട്ടി അനാവശ്യമായ കാര്യത്തിൽ കൊണ്ടിട്ടത്. ഇന്ന് ഞാൻ ചോദിച്ചതും ഇതാണ്, വീണ നിനക്ക് വല്ല കാര്യവും ഉണ്ടായിരുന്നു? എന്തിനാണ് ഇതിനകത്ത് പോയി ചാടിയത്? പോകരുതായിരുന്നു. കാരണം അയാളത് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവജ്ഞയോടെ ഇതൊക്കെ ദൂരെ കളയണം. കാരണം കുട്ടിയുണ്ട്, ഭർത്താവുണ്ട്, അവർക്കത് പ്രശ്നമാകും. ഭാവിയിൽ ഈ കുട്ടി പ്രതിസ്ഥാനത്ത് വരും. ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഈ പറയുന്ന ചെറുക്കൻ പൂർണ്ണമായും ആ പെണ്ണിൻ്റെ അടിമയാണ്. കാരണം അങ്ങനെ പറ്റുള്ളൂ. 1 കേസോ 2 കേസോ അല്ല അവൻ്റെ പേർക്ക്. ഞാനൊരു വീഡിയോ ഇടുമ്പോൾ പലരും പറഞ്ഞു, അത് 1 കേസല്ലേ, അവൻ നന്നാവും. 1 കേസാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഒരേ തെറ്റ് സമാന ഭാവത്തിൽ വീണ്ടും തെറ്റുകൾ ആവർത്തിച്ച്, അപ്പോൾ 5,000 rupees കൊടുത്താൽ ഫൈൻ. അത് കഴിഞ്ഞ പിന്നെ ഒന്നുമില്ല. അവൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇത്തരം കേസുകൾ നിരന്തരം വരുമ്പോൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മളൊന്നും പറയുന്നില്ല. സെലിബ്രിറ്റിയുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. സെലിബ്രിറ്റി ആണല്ലോ സുധി, അതുകൊണ്ടായിരിക്കാം. ഞാൻ പയ്യൻ പറയുന്നത്, കൂടെ ഇരിക്കുന്ന പയ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന അവന്മാരുടെ ചിരി, അവരുടെ ആ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ ഒരു ഭാഷ, അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കുന്നില്ലേ അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. ന്യൂജനാണോ? രേണു കാണിക്കുന്നതൊക്കെ ന്യൂജൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ നിങ്ങൾ പറയുക? എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ. എനിവേ, അപ്പോൾ ഈ വിഷയത്തിൽ വീണ കുറച്ച് കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ട് ഡെയിലി എന്തായാലും എൻ്റെ വക ഒരു വീഡിയോ രേണുവിനെ പറ്റിയിട്ടുള്ളത് ഉണ്ടാവുക തന്നെ ചെയ്യും, അണ്ടിൽ ഇത് സ്റ്റോപ്പ് ആകുന്നിടം വരെ. തൽക്കാലം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഈ അച്ചു പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതേ അച്ചു പറഞ്ഞ ആ ഒരു കാര്യം വളരെ വലിയ പോയിന്റാണ്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളൂ. ഇപ്പോൾ നിഷാന വ്ളോഗ് അവരവരുടെ പടുതിക്ക് ജീവിക്കുന്നില്ലേ? ഇതെല്ലാം പോട്ടെ. മറ്റേ കുട്ടിയുണ്ടല്ലോ, ഇവളെ കൊച്ചിനെ എടുത്ത് വളർത്തിക്കോളാന്ന് പറഞ്ഞ ആ പെണ്ണ്, അത് കാണിച്ച പോകൃത്തരോ അതുപോലും വന്നിരുന്ന് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നക്കാരിയാണ് രേണു എന്നല്ലേ അർത്ഥം. അപ്പോൾ ഇത് പരസ്പരം അവർ തമ്മിൽ ഒരു കോംപ്രമൈസ് ആയി എന്നുള്ളതാണ്. കൂടുതൽ വെളിയിലേക്ക് വരുമ്പോൾ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടും. ഇപ്പോൾ വന്നൊരു വാർത്ത, 27-ാം തീയതി വന്നൊരു വാർത്തയാണ്. ഇത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്ന് രേണു സുധി പുറത്തുനിന്ന്. അപ്പം സീസൺ 7-ൽ രേണു ഉണ്ട് എന്ന് തന്നെയല്ലേ അർത്ഥം? രേണു ഉണ്ട്, അത് പുറത്തൊന്നും ആയിട്ടില്ല. അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അവർ വിടുമോ? നമ്മളെല്ലാം ക്യൂരിയസ് ആയിട്ട് അതിനകത്ത് എന്താ നടക്കണമെന്ന് കാണും. അവരുടെ ഏറ്റവും തുറുപ്പ് ചെയ്താണ് ഈ പെണ്ണ്, അതിനെ കൊണ്ടിടും. അതുപോലെ പ്രതീക്ഷയുമായിട്ടുള്ളത് സത്യങ്ങൾ ഓരോന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാം. എന്തായാലും ഒത്തിരി നാളുകൾ ഉണ്ടാവുമല്ലോ, 3 മാസം വേറൊന്നും പരിപാടിയില്ലല്ലോ. അപ്പം ആ സമയങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം, ഒത്തിരി വിശേഷങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരാളുടെ ഗോസിപ്പാണോ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ 2 കെട്ട് തുനിഞ്ഞിറങ്ങി നിന്നാൽ എന്താ ചെയ്യുക? എനിക്ക് വന്ന് കമൻ്റ് ഇട്ടുകൊണ്ട് ആ പയ്യൻ്റെ ഭാവിയെപ്പറ്റി കരുതലോടെ പറയുന്നവർ മനസ്സിലാക്കുക, അവൻ എത്തിപ്പെട്ടിരിക്കുന്ന കൈ ഏറ്റവും മോശപ്പെട്ട കൈയാണ്. അവൻ എങ്ങനെ പോയാലും ഒരു മോശവും, അതായത് ഒരു ദോഷവും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ കുട്ടി, ഇളയ കുട്ടീനെ കാണാൻ വിടത്തില്ല, ആ വീട്ടിലേക്ക് അവന് അക്സെപ്റ്റൻസ് ഉണ്ടാകത്തില്ല, അവന് യാതൊരു രീതിയിലുള്ള ഒരു സപ്പോർട്ടും ഇവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അവൻ പയ്യെ വീഡിയോയും ചാനലും ഒക്കെ തുടങ്ങിയത്. ഇതിൽ കൂടെ കിട്ടുന്ന റവന്യൂ അവൻ എന്തിന് ചിലവാക്കുമെന്ന് നിങ്ങളും ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചിലവാക്കണ്ടേന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ ചീത്തയായി പോകാതിരിക്കുക എന്നുള്ളത് ഉദ്ദേശമുള്ളവർ അവനെ ഉപദേശിക്കും. വീണയ്ക്ക് അതിനുള്ള എല്ലാ അവകാശവും ഉണ്ട്.
അപ്പോൾ വീണയെ വെച്ചുകൊണ്ട് ആദ്യ ഭാര്യയുടെ അടുത്തേക്ക് ഓടിപ്പോയ സുധിയെ, പല പെണ്ണുങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരു സുധിയെ വേണ്ടാന്ന് വെക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം വീണയ്ക്കുമുണ്ട്. വീണയ്ക്കും അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആകെ മൊത്തത്തിൽ ക്ലൗഡി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇത് മുൻപേ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ടോപ്പിക്ക് വേണ്ട എന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നത്. ഒരു കാര്യവും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ. സുധി എന്ന വ്യക്തി ഒരു വിശുദ്ധ പശുവൊന്നുമല്ല. അവൻ ഒരു സ്ത്രീലമ്പടനാണ്. ആ പയ്യനെ ആ ഭാര്യ ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം പറയുന്ന അവൻ തന്നെയാണ് ആ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു വഴി തുറന്നു കൊടുത്തത്. കുടിച്ചിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന അവൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഇറങ്ങിപ്പോകുന്നതാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്തരം തോന്നൽ ഉണ്ടാക്കുന്ന തക്കവണ്ണം വീട്ടിലേക്ക് ഒരാൾക്ക് അക്സെപ്റ്റൻസ് കൊടുക്കുകയും അയാൾക്ക് അവിടെ സ്പേസ് കൊടുക്കുകയും അവരുടെ കൺമുന്നിൽ കിടന്ന് ഗോഷ്ഠികൾ കാണിക്കുമ്പോൾ അത് തട്ടി കേൾക്കാതെയും വിലക്കാതെ ഇരിക്കുകയും ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ഒരു കാര്യം അവൾ ചെയ്തത്. കുട്ടീനെ കൊണ്ടുപോകാതിരുന്നത് അവളുടെ വലിയ കാര്യം, പുണ്യപ്രവൃത്തി. പിന്നീട് അവൾക്ക് സൂയിസൈഡ് ചെയ്യേണ്ടി വന്നത് ഈ മനുഷ്യനെ വിവാഹം കഴിച്ചതിനെ തുടർന്നുണ്ടായ പരാജയം കൊണ്ട് തന്നെയാണ്. ഒരു സ്ത്രീയെ എത്രത്തോളം നശിപ്പിക്കാമോ അത്രത്തോളം നശിപ്പിച്ച് നാണം കെടുത്തി വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുവന്ന് നിർത്തിയത് ആരാണ്? വിവാഹം കഴിഞ്ഞു, രണ്ടാമതൊരു വിവാഹം കഴിഞ്ഞു, ആദ്യത്തെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കുമ്പോൾ പിന്നെ അവനെ കാണാനായിട്ട് തള്ളിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ആ വിവാഹം നശിപ്പിക്കാനുള്ള ഉദ്ദേശ ലക്ഷ്യം കൊണ്ടല്ലേ സുധി അത് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഉഡായിപ്പ് കുടുംബം. നമുക്കിത് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമമായ ഒരു ഘട്ടം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തുടരും.